തിരുവനന്തപുരത്ത് വീണ്ടും റോഡ് തടഞ്ഞ് CPO ഉദ്യോഗാർത്ഥികളുടെ സമരം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ റോഡ് ഉപരോധിക്കുന്നു. ഗതാഗതം തടസ്സപ്പെട്ടു. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അഖിൽ ഷാ, പല രൂപത്തിലുള്ള പ്രതിഷേധം CPO ഉദ്യോഗാർത്ഥികൾ നടത്തിയതാണ്. ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് അവരുടെ പ്രതിഷേധം? വേണു, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടതുപോലെ തന്നെ ഇപ്പോഴും അപ്രതീക്ഷിതമായി അവരുടെ സമരപന്തലിൽ നിന്ന് CPO ഉദ്യോഗാർത്ഥികളാകെ റോഡിന് നടുവിലേക്ക് ഇറങ്ങിയ ഒരു കാഴ്ചയാണ് കാണുന്നത്. കുറച്ച് അല്പസമയം മുമ്പാണ് ഇവരെല്ലാവരും ഒരുമിച്ച് ഈ റോഡിന് നടുവിലേക്ക് ഇറങ്ങുകയും ഇവരുടെ പ്രതിഷേധം തുടരുകയും ചെയ്തത്. നമുക്കറിയുന്നത് പോലെ 2 ദിവസം മുൻപ് ഇത്തരത്തിലൊരു പ്രതിഷേധം തിരുവനന്തപുരം നഗരത്തിൽ നടന്നിരുന്നു. അതും സെക്രട്ടേറിയറ്റിന് മുന്നിലായിരുന്നു. ഇവരുടെ നിയമനം അതെന്തുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇവരുടെ സമരം. അതിന് പിന്നാലെ DGP ഉൾപ്പെടെയുള്ളവർ ഇവരെ ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയും അതിനൊരു പരിഹാരം കാണാൻ അത് സർക്കാരിനോട് നിർദ്ദേശിക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിരുന്നു. അടുത്തൊരു മന്ത്രിസഭാ യോഗം വരെ ഇവർ കാത്തിരിക്കാമെന്നും പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ നടപടികളും ഒന്നും ഉണ്ടാകാത്തതിൻ്റെ സാഹചര്യത്തിൽ വീണ്ടും ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് ഇവർ നീങ്ങിയത്. കഴിഞ്ഞ തവണ നമുക്കറിയുന്നത് പോലെ ഇവരുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിരുന്നു. ആ സമയത്ത് പലരും ഈ വെയിലത്ത് കുഴഞ്ഞു വീഴുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഈ 4-5 മണിക്കൂർ ഈ പൊരി വെയിലത്ത് നിൽക്കുന്നൊരു സാഹചര്യമായിരുന്നു അന്ന് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. ഏതാണ്ട് വൈകിട്ടോട്, അതായത് രാത്രിയോട് കൂടിയാണ് അതിൽ അന്നൊരു പരിഹാരം കാണുകയും DGP ഉൾപ്പെടെയുള്ളവർ ചർച്ചയ്ക്ക് വിളിക്കുകയും ചെയ്തത്. പക്ഷേ ഇന്നിതുവരെ ഏതെങ്കിലും തരത്തിലുള്ളൊരു മറുപടിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണത്തിനോ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ കൂടി പ്രതിഷേധിച്ചാണ് ഇപ്പോൾ നിലവിൽ ഇവർ പ്രതിഷേധിക്കുന്നത്. അവരോട് തന്നെ ചോദിക്കാം, നിങ്ങൾ വീണ്ടും ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിന് ഇറങ്ങാൻ കാര്യം എന്ന് പറഞ്ഞാൽ സർക്കാരൊന്നും പ്രതികരിക്കുന്നില്ല, നമ്മളെ കണ്ടഭാവം നടിക്കുന്നില്ല. ഇന്നാണെങ്കിൽ ചർച്ച ചെയ്യുന്നൊക്കെ പറഞ്ഞായിരുന്നു, ഇന്ന് ആ ചർച്ചയുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് വേറെ വഴിയില്ല. 5 വർഷം ഇതിനു വേണ്ടി കളഞ്ഞവരാണ്. ഞങ്ങൾക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല. എല്ലാവരും പ്രായവും കൂടി അതിക്രമിച്ച് കഴിഞ്ഞു. ഇതല്ലാതെ വേറെ വഴിയില്ല ഞങ്ങൾക്ക്. നിങ്ങൾ കഴിഞ്ഞ തവണ ഇതുപോലെ പൊരിവെയിലത്തായിരുന്നു സമരം. അപ്പോൾ അതിലും ഒരു പ്രതികരണം ഉണ്ടായില്ല. അവരുടെ കയ്യിൽ നിന്ന് പ്രോപ്പറായിട്ട് ഒരു റെസ്പോൺസ് നമുക്ക് വരുന്നില്ല. നമ്മൾ ഏകദേശം പേർക്ക് ഏജ് ബാറാണ്. 5 കൊല്ലമാണ് ഇതിനു വേണ്ടി നമ്മൾ കളഞ്ഞിരിക്കുന്നത്. ഏകദേശം നല്ലൊരു ശതമാനം പോലും നിയമനം നടന്നിട്ടില്ല. ഞങ്ങൾക്ക് അർഹതപ്പെട്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതുപോലെ ഒരു റെസ്പോൺസ്, കൃത്യമായിട്ട് ഒരു മറുപടി പോലും ഇവർ തരുന്നില്ല. ഇത്തരത്തിലാണ് ഇവർക്കും പറയാനുള്ളത്. അതായത് കഴിഞ്ഞ തവണ ഇത്തരത്തിൽ പ്രതിഷേധിച്ചു. അത് വെയിലത്തിരുന്നു കൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു. അന്ന് സർക്കാർ അല്ലെങ്കിൽ DGP ഉൾപ്പെടെയുള്ളവർ ചില വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. ആ വാഗ്ദാനങ്ങളൊന്നും പാലിക്കാതെയാണ്, അല്ലെങ്കിൽ ആ വാഗ്ദാനങ്ങളൊന്നും നിറവേറ്റാതെ ഇപ്പോഴും അവർ ഈ നിശ്ചലരായി തന്നെ തുടരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.